മലയാളി മക്കളെ വണക്കം. മോർണിംഗ് ആക്ടിവിറ്റി തന്നെ കരച്ചിൽ കൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് തുടങ്ങിയിരിക്കുന്നത് ഈ ദിവസം. അതായത് ഇങ്ങനത്തുള്ള ടാസ്കുകൾ കൊടുക്കുന്നത് വഴി കുറച്ച് സിമ്പതി ക്രിയേറ്റ് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ അൻഷിതയുണ്ട്. പിന്നീട് ബാക്കിയുള്ളവരുടെയൊക്കെ സങ്കടം അത്രത്തോളം കാണിക്കുന്നില്ല. അൻഷിത അങ്ങോട്ട് തുടക്കത്തിൽ അങ്ങോട്ട് കരയാണ് കേട്ടോ. അതായത് നമ്മുടെ പുറത്തു ലോകത്തുള്ളവരുമായിട്ട് ആരെയാണ് നിങ്ങൾ കൂടുതൽ മിസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ കുറച്ച് പേര് അച്ഛനെ പറയുന്നുണ്ട്, അമ്മയെ പറയുന്നുണ്ട്, പെങ്ങന്മാരെ പറയുന്നുണ്ട്, അതുപോലെ ഫ്രണ്ട്സിനെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് കുടുംബമായിരുന്നെങ്കിൽ നല്ലത്, കുടുംബത്തിൻ്റെ കൂടെ താമസിക്കാൻ ഒരു കൊതി വരുന്നതെന്നൊക്കെ മുത്തിക്കുമരൻ ഇപ്പോൾ പറയുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അൻഷിത ചെല്ലുന്നത് അങ്ങോട്ട് കരച്ചിലാണ്. അതിൽ വിശാലിനെ മാത്രം ക്ലോസപ്പിൽ കാണിക്കുന്നു, ബാക്കി ആർക്കും ഒരു കുലുക്കവും ഇല്ല. ജെഫ്രി പറയുമ്പോൾ എല്ലാവർക്കും കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. അത് നോർമലി നമുക്കും വരുന്നുണ്ടായിരുന്നു. പിന്നെ സൗന്ദര്യം പറയുമ്പോഴും ഏകദേശം കുറച്ച് പേർക്കും, മഞ്ജരി പറയുമ്പോഴും കുറച്ച് പേർക്കും കരച്ചിൽ വരുന്നുണ്ടെങ്കിലും അൻഷിത പറയുമ്പോൾ ആർക്കും തന്നെ വരുന്നില്ല കേട്ടോ. അത് കഴിയുമ്പോൾ ഓഡിയൻസ് പോളിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഫുഡ് ഉണ്ടാക്കി ഹൗസ് മേറ്റ്സിനൊക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ ആര് കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഓഡിയൻസ് പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യ എന്നാണ്. അങ്ങനെ ഉച്ചത്തേക്കുള്ള ഫുഡ് സൗന്ദര്യ ഉണ്ടാക്കണം, ആരും തന്നെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, എല്ലാവരും നോക്കിയിരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വന്നിട്ട് നോമിനേഷനാണ്. നോമിനേഷൻ ഫ്രീ ആയിട്ടുള്ള റയാനെ പറയാൻ പാടില്ല, ബാക്കി എല്ലാവരെയും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻഷിത 5 വോട്ട്, ജെഫ്രി 3 വോട്ട്, ജാക്ലിൻ 3 വോട്ട്, മഞ്ജരി 4 വോട്ട്, റാണവ് 3 വോട്ട്, പവിത്ര 3 വോട്ട്, വിശാൽ 2 വോട്ട്. ഇങ്ങനെയാണ് ഇത്രയും പേരാണ് കേട്ടോ നോമിനേറ്റഡ് ആയിരിക്കുന്നത്. ഇതിൽ അരുണ്, ദീപക്, അതേപോലെ സൗന്ദര്യ, അത്രയും പേരാണ് നോമിനേറ്റഡ് ആവാത്തത്. അവരാണ് ഇത്തവണ സേഫ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നീട് വന്നിട്ട് ഷോപ്പിംഗ് ടാസ്ക് ആണ്. അതായത് ഒരു പാട്ടിൻ്റെ പല വരികൾ ഇങ്ങനെ വാക്കായിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയും. അത് ഏത് പടത്തിൽ ഏത് പാട്ടാണെന്ന് പറയണം എന്ന് പറഞ്ഞത് റാണവ് പറയുന്നുണ്ട്. അതേപോലെ മഞ്ജരി, ജഫ്രി, ജാക്ക്, പവിത്ര, അരുണ്, റയാനസ് ഒക്കെ പറയുന്നത്. സൗന്ദര്യയും നമ്മുടെ വിശാലും പറയുന്നില്ല കേട്ടോ, ബാക്കി എല്ലാവരും പറയുന്നുണ്ട്. 7000 രൂപ അവർക്ക് ഷോപ്പിംഗ് മണിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നീട് വന്നിട്ട് അവർ ഷോപ്പിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ക്യാപ്റ്റൻ ഈ ആഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കിച്ചൺ, അതേ ബാത്റൂം, അങ്ങനെയുള്ള കുറച്ച് ജോലികളൊക്കെ വിശാലാണ് കൊടുക്കുന്നത്. അപ്പോൾ ജാക്ലിൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ആഴ്ചയിൽ നമുക്ക് ക്യാപ്റ്റൻ ഇല്ല, അത് കാരണം ഓരോ ദിവസം ക്യാപ്റ്റൻ ആവാത്തവർക്ക് ഓരോ ദിവസവും ഓരോരുത്തരെ വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതേപോലെ കിച്ചൺ ഇൻചാർജ് അങ്ങനെ ഒരാളെ ആക്കുവാണെങ്കിൽ അവർക്കും ഒരു ഇഷ്ടമാകും. ഇനി പോയിട്ട് ഒരു 2 ആഴ്ചയും കൂടി ഉള്ളൂ, ഇനി അത് കഴിയുമ്പോൾ ഫാമിലി വീക്കൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരെ ആക്കുകയാണെങ്കിൽ അവർക്കും ഒരു കാര്യം നേടി എന്നുള്ളതുപോലെ ആകുമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ സൗന്ദര്യമാണ് നാളത്തെ ഇൻചാർജ്. അത് കഴിയുമ്പോൾ സൗന്ദര്യം നാളെ വൈകുന്നേരം ആകുമ്പോൾ പറയണം ആർക്കാണ് ഇൻചാർജ് കൊടുക്കുന്നത് എന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഒരു കാര്യം പറയുന്നത്, ഇന്ന് സൗന്ദര്യ ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കിയ പോലെ കിച്ചണിൽ ഇതുവരെ കയറാത്തവർ അടുത്ത ദിവസം ഉണ്ടാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നാളെ റാണവാണ് കേട്ടോ കയറുന്നത്. എങ്ങനെ ഉണ്ടാവും? സൗന്ദര്യയുടെ ഇന്നത്തെ കറിയൊക്കെ ഭയങ്കര പുളി കൊണ്ട് വയ്യായിരുന്നു. മുത്തുക്കുമാർ എന്നാൽ പോലും നല്ല നല്ല കമന്റുകൾ പാസ് ചെയ്തെങ്കിലും ബാക്കിയുള്ളവരെല്ലാം കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നാൽ പുളി കൂടുതലാണെന്ന്. എന്നാൽ പോലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇത് തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചൊക്കെ ആദ്യം തന്നെ ഇമോഷണലി തുടങ്ങിയെങ്കിലും അത്രത്തോളം എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ അത്രത്തോളം എപ്പിസോഡിൽ ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നില്ല. നാളെ വീക്കിലി ടാസ്ക് ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫാമിലി വീക്കും കാര്യങ്ങളൊക്കെ ഇനി 2 ആഴ്ചയും കൂടി ഉള്ളൂ നമ്മുടെ ബിഗ് ബോസ് തമിഴിൻ്റെ സീസൺ 8 തീരാനായിട്ട്. അത് കഴിയുമ്പോൾ മലയാളം സീസൺ നമ്മുടെ തുടങ്ങും. ഈ സെറ്റിലോ അല്ലെങ്കിൽ തെലുങ്കിൻ്റെ സെറ്റിലോ തുടങ്ങും. അപ്പം അത് നമുക്ക് കാണണം. ആരൊക്കെയാണ് വരുന്നതെന്ന് നമുക്കറിയണ്ടേ, നമ്മുടെ മലയാളീസിൻ്റെ ആരൊക്കെയാണ് വരുന്നതെന്ന് അറിയണം. അപ്പം ഇത് തീർന്നിട്ടാവും മിക്കവാറും അത് തുടങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ.